നമസ്കാരം. ലളിതാ സഹസ്രനാമോടനത്തിൽ അടുത്ത ഭാഗം പാർവതി ദേവിയുടേതാണ്. രക്ഷയാഗമൊക്കെ സമാപ്തമായി. പരമേശ്വരൻ ഹിമവൽ പാർശ്വത്തിൽ അതിതീവ്രമായ തപസ്സിൽ മുഴുകുകയും ചെയ്തു. സതീദേവി വീണ്ടും പുനർജനിക്കുകയാണ്. ഹിമവൽ പുത്രിയായി, ഹിമവാന്റെ പുത്രിയായി മേനാദേവിയിൽ അവൾ പുനർജനിച്ചു. നാരദനിൽ നിന്ന് അറിയുന്നു തൻ്റെ പുത്രി ശിവപ്രിയയാണെന്ന്. അത് മനസ്സിലാക്കി ഹിമവാൻ തപസ് ചെയ്യുന്ന ശിവനെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി പാർവതിയെ നിയോഗിക്കുന്നു. പാർവതി വളരെ പ്രേമത്തോടുകൂടി ഭഗവാന്റെ ശുശ്രൂഷകൾ ഏർപ്പെടുന്നു. തപസ് ചെയ്യുന്ന ആ സ്ഥലമൊക്കെ വൃത്തിയാക്കുക, പൂക്കളുമൊക്കെ പറിച്ച്, പഴങ്ങളൊക്കെ പറിച്ച് അദ്ദേഹത്തിന് നിവേദിക്കുക. അങ്ങനെ കൃത്യമായ രീതിയിൽ വർഷങ്ങളോളം തപസ് തുടർന്നുകൊണ്ടേയിരുന്നു. പാർവതിയുടെ ശുശ്രൂഷയും തുടർന്നുകൊണ്ടേയിരുന്നു. ഇക്കാലത്ത് താരകാസുരൻ ശിവപുത്രനിൽ നിന്ന് മാത്രമേ തനിക്ക് മരണമുണ്ടാവൂ എന്നുള്ള ഒരു വരവൊക്കെ വാങ്ങി പതിവ് അസുരന്മാരുടെ പരിപാടിയായിട്ടുള്ള ദേവലോകം കീഴടക്കി സകല ഐശ്വര്യങ്ങളെയും നശിപ്പിച്ചുകൊണ്ട് അസുരന്മാരുടെ തേർവാഴ്ച ലോകത്ത് മുഴുവൻ നടപ്പിലാക്കി. ശിവന് ഉണ്ടാകണമെങ്കിൽ പാർവതിയിൽ അനുരാഗമുണ്ടായി അവളിൽ വിവാഹം നടത്തി ശേഷം പുത്രനുണ്ടായാൽ മാത്രമേ ഈ താരകാസുര വധം നടക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ദേവന്മാർ ശിവനിൽ അനുരാഗമുദിക്കുവാൻ വേണ്ടി കാമദേവനെ നിയോഗിക്കുകയാണ്. ഇടയ്ക്ക് ഒരു സമയത്ത് ധ്യാനത്തിൽ നിന്ന് ഉണർന്ന ഒരു സമയത്ത്, ഒരു സെക്കൻഡിൽ, ഒരു നിമിഷത്തിൽ കാമദേവൻ തൻ്റെ അമ്പുകൾ പഞ്ചസഹായം പ്രയോഗിക്കുകയാണ്. തൻ്റെ തപസ്സിന് വിഘ്നം നേരിട്ട് പാർവതിയിൽ അനുരാഗം ഉദിപ്പിക്കുവാൻ കാരണം ഈ കാമദേവനാണെന്ന് മനസ്സിലാക്കിയ ഭഗവാന്റെ കോപത്താൽ മൂന്നാം കണ്ണു തുറക്കുകയും ഈ കാമദേവൻ ഭസ്മമായി തീരുകയാണ് ചെയ്തത്. പാർവതി അതീവ ദുഃഖിതയുമായി തീർന്നു. ഭഗവാൻ അതിതീവ്രമായ വൈരാഗ്യത്തിലേക്ക്, തപസ്സിലേക്ക് മാറുകയും ചെയ്തു. അവൾ തിരികെ ചെന്ന് ഹിമവാനോടും തൻ്റെ അമ്മയായിട്ടുള്ള മേനാദേവിയോടും അനുവാദം ചോദിച്ച് അതിതീവ്രമായ തപസ്സിലേക്ക് കടക്കുകയാണ്. ഭഗവാനെ പതിയായി ലഭിക്കണമെന്നുള്ള ആ ഒറ്റ വരം നേടുവാൻ വേണ്ടിയുള്ള അതിതീവ്രമായ തപസ്. അവൾ ആദ്യം പഴങ്ങൾ മാത്രമേ കഴിക്കുകയുള്ളായിരുന്നു. പിന്നീട് അവൾ ഇലകൾ മാത്രം ഭക്ഷിച്ചു തുടങ്ങി. പിന്നെ അവൾ ഇലകൾ ഉപേക്ഷിച്ചു. അപ്പോൾ അവളെ ഋഷിമാർ അപർണ എന്ന് വിളിച്ചു. അവൾ തപസ് ചെയ്ത ഭാഗം ഗംഗാതീരമാണ്. ഗംഗാപർവ്വതം, അത് ഗൗരീപർവ്വതമെന്ന് പിന്നീട് അറിയപ്പെട്ടു. അതിതീവ്രമായ തപസ്സിൽ നിന്ന് ഉയർന്ന താപശക്തി ഭഗവാന്റെ ആ മനസ്സിനെ ഇളക്കുകയാണ്. കാമദേവൻ പോലും ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യം, കാമങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഭഗവാനെ മാത്രം പ്രേമിച്ച, സ്നേഹിച്ച, ഭഗവാനിലേക്ക് മാത്രം ശ്രദ്ധ തിരിച്ച ആ പാർവതിയുടെ ആത്മാവിൽ നിന്ന് ഉയർന്ന താപശക്തിയാണ് ഭഗവാനെ ഉണർത്തിയത്. ഭഗവാനെ ഉണർത്തിയതിന് ശേഷം ഭഗവാനിൽ പാർവതിയോടുള്ള പ്രേമത്തെ ഭഗവാൻ തിരിച്ചറിയുകയും ശംഭു തൻ്റെ അർദ്ധാംഗനയായി, തൻ്റെ അർദ്ധശരീരമായി പാർവതിയെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ശേഷം പരമേശ്വരൻ്റെ ശംഭുവിൻ്റെ വിവാഹമാണ് നടക്കുവാൻ പോകുന്നത്. അതടുത്ത പ്രാവശ്യം നമുക്ക് പറയാം. ഒരു വലിയ സംശയം വന്നിട്ടുണ്ടായിരുന്നു. അത് ആർത്തവ സമയത്ത് ലളിതാ സഹസ്രനാമം ജപിക്കുവാൻ പാടുണ്ടോ എന്നുള്ളതായിരുന്നു. ആർത്തവ കാലഘട്ടം അശുദ്ധിയുടെ കാലഘട്ടമെന്നാണ് പറയുന്നത്. പക്ഷേ അത് വിശുദ്ധിയുടെ കാലഘട്ടമാണ്. ഒരിക്കലും ആർത്തവ സമയം അശുദ്ധിയുടെ സമയമല്ല. ആർത്തവകാലത്തിന് പുഷ്പിണിയാകുക എന്നൊരു പേര് കൂടിയുണ്ട്. ശരിക്കും ഓരോ സ്ത്രീയും ഭഗവതിയാണ്. അവളിലെ ഭഗവതിയുടെ പൂക്കാലമാണ് ശരിക്കും ആർത്തവ സമയം. അവളുടെ അടുത്ത ജീവനെ, ആത്മാവിനെ, അതിന് ജനിപ്പിക്കേണ്ട അവളുടെ ഗർഭപാത്രത്തിൽ നിന്നും ഉതിർന്നു വീഴുന്ന പൂക്കളാണ് ശരിക്കും രക്തപുഷ്പങ്ങൾ.
ആർത്തവകാലത്ത് അവൾ പുഷ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ രക്തമായാലും നമ്മുടെ ഉമിനീരായാലും ശരീരത്തിന് വെളിയിലേക്ക് വന്നാൽ അത് അശുദ്ധമാകും. അത് രോഗാണുക്കളും മറ്റും ബാധിക്കുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, ഒരു സ്ത്രീക്ക് ആർത്തവ സമയം അതിവിശുദ്ധിയുടെ കാലമാണ്. അതുകൊണ്ട് അവളുടെ വിശുദ്ധിക്ക് കളങ്കം പറ്റാതിരിക്കാൻ വേണ്ടിയാണ് അവളെ പ്രത്യേകമായി മാറ്റിപ്പാർപ്പിക്കുന്നതും പ്രത്യേകമായ ശ്രദ്ധയും കരുതലും കൊടുത്ത് അവളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നത്, അവളെ തൊടാതിരുന്നത്, അവളെ സ്നേഹിച്ചിരുന്നത്, അവളെ പരിപാലിച്ചിരുന്നത്, അവൾക്ക് യാതൊരു ജോലിയും കൊടുക്കാതെ അവൾക്ക് വിശ്രമം അനുവദിച്ചിരുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഇപ്പോഴത്തെ ഫെമിനിസ്റ്റുകളും മറ്റു പലരും ഇതിനെയൊക്കെ തെറ്റായി ധരിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ സ്ത്രീയുടെ വിശുദ്ധിയുടെ കാലത്ത് അവൾ ലളിതാസഹസ്രനാമം ജപിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഒരിക്കലും ശരിയില്ല. ആ സമയത്ത് ജപിക്കണം. ആ സമയത്ത് ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സ്ത്രീ ഒരു പ്രാവശ്യം ലളിതാസഹസ്രനാമം ജപിച്ചാൽ ഒരു പുരുഷൻ 100 തവണ ജപിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, ആ സമയത്ത് സ്ത്രീകൾ ജപിക്കുക തന്നെ വേണം. പക്ഷേ ക്ഷേത്രങ്ങൾ, പൂജാസ്ഥലങ്ങൾ, അതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഭഗവതിയുടെ ദേവതയുടെ ധ്യാന രൂപങ്ങൾക്കനുസരിച്ച് ചില നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ താന്ത്രിക വിധി പ്രകാരം നിശ്ചയിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതിനൊന്നും മറികടക്കുവാൻ നമ്മൾക്ക് അവകാശമില്ല. അതുകൊണ്ട് പൂജാസ്ഥലങ്ങളിൽ സ്ഥിരമായി ഇരുന്ന് ജപിക്കുന്നിടത്ത് ജപിക്കേണ്ട. പക്ഷേ നിങ്ങൾക്ക് മാറിയിരുന്ന് ജപിക്കാം, വേറൊരു ഗ്രന്ഥം ഉപയോഗിച്ച് ജപിക്കാം. പക്ഷെ ഒരു കാരണവശാലും ആർത്തവ സമയത്ത് ലളിതാസഹസ്രനാമം ജപിക്കുന്നത് നിർത്തരുത്. അത് തുടർന്നു കൊണ്ടേ പോവുക. ഇതാണ് ഈ കാര്യത്തിൽ താന്ത്രികരായിട്ടുള്ള ശ്രീവിദ്യ ഉപാസകരായിട്ടുള്ളവരുടെയും മറ്റുള്ളവരുടെയും അഭിപ്രായമായി കേട്ടിട്ടുള്ളത്. എന്തായാലും എൻ്റെയും അഭിപ്രായം അതുതന്നെയാണ്. ആർത്തവ സമയം വിശുദ്ധിയുടെ കാലഘട്ടമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ലളിതാസഹസ്രനാമം ആ സമയത്ത് നിർത്തുവാൻ പാടില്ല. നമസ്കാരം.